ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഭവം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ വിഷുദിനത്തിൽ ഇതിലും വലിയൊരു കൈനീട്ടം കൊടുക്കുവാൻ എനിക്കില്ല. എൻ്റെ ഒരു ചെറിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും മറ്റൊരാളുടെ കണ്ണുനീരൊപ്പാൻ കഴിഞ്ഞതിൽ ശരിക്കും ഞാൻ സംതൃപ്തയാണ്, സന്തോഷവതിയാണ്. കാരണം ഈ ദുഃഖം ഈ അളവിൽ തന്നെ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ഈ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നത് കൊണ്ട് ഈ വേദന മറ്റൊരാളുമായി പങ്കുവെച്ചതിനാലാണ് ഈ വീൽ ചെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ഒക്കെ മറ്റൊരാളുടെ പരസഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണിത്. നമ്മൾ പൊക്കിയെടുക്കാതെ തന്നെ അതിൽ കയറ്റി അത് ഉരുട്ടിക്കൊണ്ടുപോയി ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ ഇരുത്തി ഇതിന് ശേഷം കുളിപ്പിച്ച് വൃത്തിയാക്കി അതേ വീൽ ചെയറിൽ തന്നെ, അതായത് നമുക്ക് അവരെ പൊക്കിയെടുക്കേണ്ടതായ ആവശ്യം വരുന്നില്ല അവിടെ. അങ്ങനെയുള്ളൊരു വീൽ ചെയറാണ് ഇത് തന്നത് ഞങ്ങളുടെ സുഹൃത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡ് മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇത് അവർക്ക് ഗിഫ്റ്റായി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു ഇന്ന്. ആ ബർത്ത്ഡേയുടെ സന്തോഷത്തിൽ അദ്ദേഹം നൽകിയ ഒരു ഗിഫ്റ്റാണ് ഇത്. കാനഡയിലുള്ള ഞങ്ങളുടെ സുഹൃത്ത് സുനിലിന് 100 വർഷം കൂടി ആയുസ് ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള നന്മകൾ ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള കഴിവും മനസ്സും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ കുടുംബത്തെയും ഇത് കാണുന്ന അനേകർക്ക് ഇതൊരു പ്രചോദനമാവുകയും ചെയ്യട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് എത്ര പണമുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വിഷുദിനത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ണുനീര് ഒപ്പുക എന്നുള്ള, അത് ചെറിയ രീതിയിലല്ല, അവരുടെ വലിയ രീതിയിൽ തന്നെ ആ കണ്ണുനീരൊപ്പിയതിൽ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഞാൻ അനുഭവിക്കുന്നത് തന്നെയാണല്ലോ ഇതും. അതുകൊണ്ട്